അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമമാണ്. ഇന്ന് വയനാട്ടിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ നമ്മുടെ ചൂരൽമലയിലുണ്ടായ ദുരന്തം നമ്മളൊക്കെ കണ്ട് ഇന്നും നമ്മൾ സങ്കടത്തോടെ ജീവിക്കുന്നത്. പക്ഷെ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് പല കാര്യങ്ങളിലും നമുക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് ബന്ധുക്കളൊക്കെ പലതും ഇല്ലാതായി. പക്ഷെ അവർക്ക് ഇനി നമ്മളാണ് ബന്ധുക്കൾ. ഇപ്പൊ ഏറ്റവും സന്തോഷം നമ്മുടെ തമിഴ്നാട്ടിലെ വ്യാപാരി വ്യവസായി എന്ന സംഘടന, അതായത് നമുക്കറിയാം വ്യാപാരി വ്യവസായിന്റെ പുണ്യപ്രവർത്തിയിൽ എല്ലാ സ്ഥലത്തും സഹായങ്ങളേറ്റു അവരുണ്ടായാല് നമ്മളൊക്കെ ഓരോരുത്തരും ഓൺലൈനിൽ എന്ത് കാര്യങ്ങളും ബുക്ക് ചെയ്യുമ്പോൾ ഓർക്കുക, അവസാനം എന്തെങ്കിലും ദുരന്ത വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ വ്യാപാരി വ്യവസായം ഉണ്ടായാലുള്ളൂ. ഇവിടെ ഏറ്റവും സന്തോഷം ഇവര് നമ്മളെ ഇന്നലെ വിളി തുടങ്ങിയതാണ്. മാനുക്ക, ഞങ്ങൾക്ക് സ്ഥലം നിങ്ങൾ തരികയാണെങ്കിൽ 40 വീട് നമ്മൾ നിർമ്മിക്കാം. നമ്മുടെ സംസ്ഥാന വ്യാപാരി വ്യവസായിന്റെ വക സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഒന്ന് പരിചയപ്പെടാം. സാറ് വ്യാപാരി വ്യവസായ നീലഗിരി ട്രഷറർ. ഞാൻ തമിഴ്നാട് വണിക സംഘ പേരമപ്പിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ തോമസ്. தமிழ்நாடு வணிகர் சங்க பேரமைப்பின் நீலகிரி மாவட்ட தலைவர் ഫറൂഖ്. തമിഴ്നാട് വണിക സംഘ പേരമപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയും ഗൂഡല്ലൂർ വ്യാപാരി സംഘത്തിന്റെ തലവറുമായ അബ്ദുൾ റസാഖ്. ഗൂഡല്ലൂർ വ്യാപാരി സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗം. ഗൂഡല്ലൂർ വ്യാപാരി സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗം അൻവർ. അപ്പൊ നമ്മൾ ഏകദേശം എത്ര വീടാണ് നമ്മൾ ഇന്നലെ എന്നോട് സംസാരിച്ച് 40 വീടൊക്കെ മാനുക്ക സ്ഥലങ്ങൾ സൗകര്യം ചെയ്യുക. വീട് ഞങ്ങളെ വ്യാപാരി വ്യവസായന്റെ വക നമ്മുടെ ചുരൽമലയിലുള്ള ദുരന്തത്തിൽപ്പെട്ട നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വയനാട് അതായത് കൽപ്പറ്റ ഭാഗത്തൊക്കെ ഇപ്പൊ ഞാൻ കൂടുന്ന സ്ഥലം നമുക്ക് ഏകദേശം ഇവിടെ കുറച്ച് ദൂരമുണ്ട്. പക്ഷെ സ്ഥലം എല്ലാ സൗകര്യവും പ്രകൃതി ദുരന്തങ്ങളോ ബുദ്ധിമുട്ടോ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലം. ഇവരിവിടെ നോക്കാം. ഇനി കൽപ്പറ്റ വൈത്തിരി ഭാഗത്തൊക്കെ നമുക്ക് സൗജന്യമായിട്ട് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമായതെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഞങ്ങൾ 1 ഏക്കർ 26 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ ഏറ്റുണ്ടായിരുന്നത്. ആ സ്ഥലമാണ് ഇപ്പൊ ആ സ്ഥലത്താണ് ഇവർ നിൽക്കുന്നത്. അപ്പോ ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇവര് എത്രാം തീയതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ കാണാനുള്ള ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട കേളുമന്ത്രി സാറിനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അല്ല, അദ്ദേഹം ഇപ്പൊ നമ്മള് വിളിച്ചല്ലോ. അപ്പൊ എന്തായാലും ഇതില് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ പാവപ്പെട്ട നമ്മുടെ ആ വിഷമിച്ച അല്ലെങ്കിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക എന്നാണ് ഈ വ്യാപാരി വ്യവസായന്റെ തമിഴ്നാട്ടിന്റെ പ്രവൃത്തി. അപ്പൊ നമ്മള് സംസ്ഥാന പ്രസിഡന്റ് എന്നെത്തും? ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് എം വിക്രമരാജന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ നമ്മുടെ സഹോദരങ്ങളാണ് ഇപ്പം ചുരൽമലയിലെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൈത്താങ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം ഒരു 40 വീടോളം ഞങ്ങൾ ഒരു 8 ലക്ഷം രൂപ ഒരു വീടിന് കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു 40 വീടുകൾ കൊടുക്കാന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ 9-ാം തീയതി കണ്ട് സംസാരിക്കാൻ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം വിക്രമരാജ വരുന്നുണ്ട്. അപ്പൊ വരുന്ന കൂട്ടത്തിൽ താങ്കളും ആ കൂടെ അവിടെ എത്തിയാൽ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ തരുന്ന ഭൂമി കുറ്റൂര് അബ്ദുറഹ്മാനാജി അറിഞ്ഞ മനുഷ്യസ്നേഹമുണ്ട്, അതായത് തിരൂര് ഭാഗത്തുള്ള അദ്ദേഹം എനിക്ക് സാമ്പത്തിക അയച്ചതുകൊണ്ട് എന്നെ കൂടെ എടുപ്പിച്ചതാണ്. ഇതിങ്ങനെയുള്ള ഇന്നലെ അദ്ദേഹം വിളിച്ചിട്ട് മോനോ ആ ഭൂമി അർജന്റായിട്ട് അർഹതപ്പെട്ടവർക്ക് എന്റെ കുട്ടി കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോഴാണ് നിങ്ങളാ വിളി വന്നത്. അപ്പൊ ഞാനത് എനിക്ക് ഏറ്റവും സന്തോഷമായത് നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ കൂടപ്പറപ്പുകൾ ഇത്രയും വീട് വെച്ചു കൊടുക്കാന്ന് വ്യാപാരി വ്യവസായിന്റെ നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും ഞങ്ങൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മിനിഞ്ഞാന്ന് തന്നെ ഇവിടെ മടുവഞ്ചാലിൽ എത്തിയിരുന്ന് ഒരു 2 ക്യാമ്പിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചു. എന്റെ സഹപ്രവർത്തകർ പോയി അന്വേഷിച്ചു ഇവിടെ എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്ന്. അവർ തന്ന ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇന്നലെ അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ പറയുന്ന ലിസ്റ്റനുസരിച്ച് സാധനങ്ങൾ കൊടുക്കും. വെറുതെ കുറെ സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് അത് വേസ്റ്റാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇനിയും ഞങ്ങൾക്ക് ഈ വക പ്രവർത്തനങ്ങൾ മുന്നിൽ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു സ്ഥലം തരിക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സ്ഥലം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതായത് കൽപ്പറ്റ, വൈത്തിരി, കമ്പളക്കാട്. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ പ്രദേശമുള്ളവർ പറഞ്ഞ 10, 40, 50 വർഷം ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇത്രയും ദൂരം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് ചില വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അപേക്ഷ ഉള്ളത് ആ പ്രദേശത്ത് എവിടെയെങ്കിലും അവിടെ നമ്മള് സ്ഥലത്ത് നമ്മൾ പോയി നോക്കി. ഇപ്പൊ മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. പക്ഷെ അവിടെയൊക്കെ നമ്മൾ സ്ഥലം ചെല്ലുമ്പോൾ പല ചെരുവുകളായ സ്ഥലങ്ങള്
ഇനിയും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവും എന്നുള്ളൊരു പേടി. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഫുൾ സുരക്ഷിതത്വ, ഒരു നിലക്കും ഒരു അപകടം ഇല്ലാത്ത സ്ഥലമാണ്. അതാണ് നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ അതിന് നോക്കുന്നത്. ഉദ്ദേശം നമുക്ക് കേളുസാറിനൊക്കെ മന്ത്രി കേളുസാറിനായിട്ട് കണ്ട് അയ്യോ, അദ്ദേഹമായിട്ട് ഇപ്പൊ കൽപ്പറ്റയിൽ ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്കളോട് വന്ന് നമുക്ക് സംസാരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ ബാധ്യത. ആ ഒരു പാവ മനുഷ്യനാ, മന്ത്രിയാണ് പറഞ്ഞില്ലേ, പച്ച പാവ മനുഷ്യനാ. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണമല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇവിടെ കണ്ടതിന് ശേഷം മറ്റു ഭാവി പരിപാടിയിലേക്ക് നമുക്ക് നീങ്ങാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ തമിഴ്നാട് വ്യാപാരി വ്യവസായിന്റെ സംഘടന പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് അടിക്കാൻ നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ നാട്ടില് കേരളത്തിൽ ഒരു വിഷമം ഉണ്ടായപ്പോ അവർക്ക് താങ്ങും തണലാക്കാൻ എന്ത് സഹായങ്ങളും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ തമിഴ്നാട് ഞങ്ങളുടെ വ്യാപാരി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അതിനകത്ത് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഈ അഭിപ്രായം പറഞ്ഞു പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് സോളൂർ ചന്ദ്രശേഖരനെ കണ്ട് അദ്ദേഹം തന്നെ പുള്ളിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് അതും പ്രകാരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ജില്ലാ പ്രസിഡന്റ് അല്ലേ? അത് കാണുമ്പോ തന്നെ ഒരു പാവം മനുഷ്യനാ. എന്നാലും എന്താ ഈ സന്തോഷത്തില് നമ്മള് സന്തോഷമൊന്നുമില്ല, നമുക്ക് നമ്മളെ കുടുംബങ്ങളൊക്കെ വിഷമത്തിലാ. അപ്പൊ നിങ്ങളൊന്ന് വിഷയം